ചാൾസ് പബ്ബ് ഒരു പാരച്യൂട്ട് ജമ്പറായിരുന്നു. 75-ലധികം പ്രാവശ്യം വിജയകരമായി പാരച്യൂട്ടിൽ നിന്ന് ജമ്പ് ചെയ്തതുകൊണ്ട് തന്റെ സ്നേഹിതരും സുഹൃത്തുക്കളും എല്ലാം ചേർന്ന് തന്നെ ആദരിക്കാനായി ഒരു വലിയ മീറ്റിംഗ് വിളിച്ചു. ആ വലിയ മീറ്റിംഗിൽ ആളുകളെല്ലാം തന്നെ വാനോളം പുകഴ്ത്തി. അദ്ദേഹത്തിന്റെ 75 പ്രാവശ്യത്തെ ചാട്ടത്തെക്കുറിച്ചും അദ്ദേഹത്തിന് ലഭിച്ച അവാർഡുകളെക്കുറിച്ചും എല്ലാം വാതോരാതെ അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ ഒരു മീറ്റിംഗിൽ വലിയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തു. ആ പുരസ്കാരങ്ങളെല്ലാം ഏറ്റുവാങ്ങി നെഞ്ചെല്ലാം വിരിച്ച് ഇറങ്ങി വരികയാണ് ചാൾസ് പബ്ബ്. ആരോ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു പ്രായമുള്ള മനുഷ്യൻ ഇദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ ചാൾസ് പബ്ബ് ഇറങ്ങി വരുമ്പോൾ ഒരു പ്രായമായ മനുഷ്യനെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു വാക്ക് സംസാരിക്കണം. ചാൾസ് പബ്ബ് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ പാരച്യൂട്ട് കഴിഞ്ഞ 75 പ്രാവശ്യവും പാക്ക് ചെയ്ത ആൾ ഞാൻ തന്നെയാണ്. പാരച്യൂട്ട് പാക്കിംഗ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പാരച്യൂട്ട് കറക്റ്റായിട്ട് പാക്ക് ചെയ്തില്ലെങ്കിൽ ശൂന്യാകാശത്ത് നിന്ന് ചാടുമ്പോൾ പാരച്യൂട്ട് തുറന്നു വരാതെ ഇരിക്കും. അങ്ങനെ അപകടങ്ങൾ സംഭവിക്കാം. അപ്പോഴാണ് ചാൾസ് പബ്ബിന് മനസ്സിലായത്, തന്റെ കഴിവോ തന്റെ സാമർത്ഥ്യം കൊണ്ടൊന്നും ആയിരുന്നില്ല. താൻ അറിയാതെ ഏതോ ഒരു മുറിയുടെ മൂലയിലിരുന്ന് തനിക്ക് വേണ്ടി കഴിഞ്ഞ 75 പ്രാവശ്യവും പാരച്യൂട്ട് പാക്ക് ചെയ്ത ഈ മനുഷ്യനാണ് യഥാർത്ഥത്തിൽ എന്റെ വിജയത്തിന്റെ പുറകിലുള്ള ആൾ. അപ്പോൾ ആ വിരിച്ച നെഞ്ചും കൊണ്ട് നിന്ന മനുഷ്യൻ ഒന്ന് പതുങ്ങി. അദ്ദേഹം ആ കാലുകളിൽ തൊട്ടു പറഞ്ഞു, എല്ലാ ആദരവുകളും എല്ലാ ബഹുമാനങ്ങളും എല്ലാ പുരസ്കാരങ്ങളും നിങ്ങൾക്കുള്ളതാ. കാരണം ഞാൻ ഇത്രയും പ്രാവശ്യം ചാടിയത് നിങ്ങൾ ആ പാരച്യൂട്ട് ശരിയായി പാക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ്. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മളറിയാത്ത നമ്മൾ ശ്രദ്ധിക്കാത്ത ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ എവിടൊക്കെയോ നമ്മളെ കൈത്താങ്ങിയും നമുക്ക് വേണ്ട സഹായവും ചെയ്തു തന്നിട്ടുണ്ട്. ചില ആളുകൾ പറഞ്ഞ വാക്കുകളായിരിക്കും നമ്മൾ ഇവിടം വരെ എത്തിച്ചത്. ചില ആളുകൾ തന്ന ചെറിയ സഹായങ്ങളായിരിക്കും നമ്മളെ മുൻപിലേക്ക് നയിച്ചത്. പലപ്പോഴും അങ്ങനെയുള്ളവരെ നാം മറന്നിട്ട് നാം വിജയത്തിൽ നമ്മുടെ കഴിവിലും നമ്മുടെ സാമർത്ഥ്യത്തിലും ഒക്കെ നാം ആശ്രയിച്ചു പോകാറുണ്ട്. എന്നാൽ എപ്പോഴും ഓർക്കണം, നമ്മുടെയൊക്കെ ജീവിത വിജയത്തിന്റെ പുറകിൽ പ്രവർത്തിച്ച നമ്മുടെ മാതാപിതാക്കളും അധ്യാപകരും സ്നേഹിതരും ബന്ധുക്കളും ചാർച്ചക്കാരും അടക്കം വലിയൊരു കൂട്ടം ആളുകളുണ്ട്. അവരോടൊന്ന് നന്ദി പറയാൻ, ഒന്ന് താങ്ക്സ് പറയാൻ, അന്ന് നിങ്ങൾ എന്നെ സഹായിച്ചത് കൊണ്ടാണ് എന്ന് വാതുറന്നൊന്ന് പറയാൻ കഴിഞ്ഞാൽ എത്ര നന്നായിരുന്നു. അതെ, ബി താങ്ക്ഫുൾ. നന്ദി പറയാനായിട്ട് എപ്പോഴും കഴിയത്തില്ല. ജീവിച്ചിരിക്കുമ്പോൾ അവസരമുള്ളപ്പോൾ നമ്മളത് ചെയ്യണം. കുഷ്ഠരോഗികൾ പലരും സൗഖ്യമായി. എന്നാൽ നന്ദി പറയാൻ വേണ്ടി യേശുവിന്റെ അടുക്കിലേക്ക് വന്നത് ഒരാൾ മാത്രമാണ്. ബി താങ്ക്ഫുൾ. നമുക്ക് നന്ദിയുള്ളവരാകാം, നമുക്ക് വിനയാന്വിതരാകാം. ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരോട് നന്ദിയുള്ളവരായി ദൈവത്തിന് നന്ദി പറയുന്ന, മറ്റുള്ളവരോട് നന്ദിയുള്ളവരായി ദൈവത്തിന് നന്ദി പറയുന്ന ഒരു ജീവിതം. അതെ, മറ്റുള്ളവരെ നമുക്ക് വിസ്മരിച്ചുകൂടാ. അവരുടെ ചെറിയ വാക്കുകൾ, ചെറിയ സഹായങ്ങൾ നമുക്ക് പ്രോത്സാഹനമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ നന്ദിയുള്ളവരായിട്ട് ജീവിക്കാം. ഗോഡ് ബ്ലെസ് യു.